MCRDയുടെ ഈ വാർഷിക മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിനും നമ്മുടെ MCRDയിലെ കുഞ്ഞുങ്ങളുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം കാണുന്നതിനും അതിലൂടെ ഒരു സ്വയശോധനയ്ക്കും പുതിയ ജീവിത വീക്ഷണത്തിനും ഒക്കെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സഹായിക്കുന്ന ഈ വിശുദ്ധമായ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഓരോ പ്രാവശ്യവും MCRDയുടെ കുട്ടികളുടെ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിച്ച് മടങ്ങുമ്പോൾ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യസ്മരണാർഹനായ ക്രിസോസ്റ്റം തിരുമേനി മലയാള മനോരമയിൽ വെള്ളിത്താലം എന്ന് പറഞ്ഞ ഒരു പംക്തി എഴുതുമായിരുന്നു. അതിനെ മനോരമയുടെ റിപ്പോർട്ടേഴ്സ് വന്ന് തിരുമേനിയോട് സംസാരിച്ച് അവരെ എഡിറ്റ് ചെയ്ത് ഇടുന്ന ക്രമമാണ്. അത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് വായിക്കുന്നതിന്. വെള്ളിയാഴ്ചയാണ് അത് വരുന്നത്, അതുകൊണ്ടാണ് വെള്ളിത്താലം എന്നുള്ളത്. അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു സ്നേഹിതൻ കുറച്ച് നാൾ കഴിഞ്ഞ് വ്യാഴവട്ടം എന്ന് പറഞ്ഞ ഒരു മനോരമയുടെ എല്ലാ വ്യാഴാഴ്ചയും ക്രിസോസ്റ്റം തിരുമേനി എഴുതുന്ന അതേ സമയത്ത് തന്നെ മനോരമയിൽ എഴുതുമായിരുന്നു. അത് വ്യാഴാഴ്ച ആയതുകൊണ്ട് ആണ് വ്യാഴം ചേർത്ത് ഉള്ളത്. ഞാനതുവരെ അത് വായിക്കാറില്ലായിരുന്നു, അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് അയച്ചതുകൊണ്ട് എന്തെങ്കിലും ഇത് വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കണ്ട് ഞാനത് വായിച്ചു. അത് മോഹൻലാൽ RCC സന്ദർശിക്കുന്ന ഒരനുഭവമാണ് എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ മോഹൻലാൽ RCCയിലെ പീഡിയാട്രിക് വാർഡിലൂടെ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. RCCയിലെ പീഡിയാട്രിക് സെൻറ്ററിൽ ചികിത്സയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇനി എത്ര നാളൂടെ ജീവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ പോകുമ്പോൾ ഡോക്ടർ ഒരു കുട്ടിയെ കാണിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ കൂടെ നിൽപ്പുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളുടെയും അടുത്ത് അമ്മമാരുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നാളെയാണ്. അപ്പോൾ ഈ അമ്മ സൂക്ഷിച്ചിരിക്കുന്ന ഈ റോസാപ്പൂ ഇന്ന് വൈകി നേരം വെളുത്താൽ കൊടുക്കാൻ ഒക്കുമോ എന്ന വലിയ സന്ദേഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മോഹൻലാൽ തുടർന്നെഴുതി, എൻ്റെ അഹങ്കാരത്തിൻ്റെ ചിതമ്പലുകൾ അടർന്നു വീഴുന്നതായി എനിക്ക് തോന്നി, എനിക്ക് അനുഭവപ്പെട്ടു. ഓരോ പ്രാവശ്യവും MCRDയിൽ വന്ന് മടങ്ങുമ്പോൾ അങ്ങനെ അല്ലെങ്കിലും എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ അഹങ്കാരത്തിൻ്റെ ചെതുമ്പലുകൾ അടർന്നു വീഴുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിൽ ചില ആളുകൾ വ്യത്യസ്തമായ കഴിവുകളുള്ളവരായി ജനിക്കുന്നത്? പരമ്പരാഗതമായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, എന്തുകൊണ്ട് എനിക്ക്, എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ? അങ്ങനെയുള്ളവരോട് കൃത്യമായ ഉത്തരങ്ങൾ പറയാനില്ലെങ്കിലും ഒരു കാര്യം തറപ്പിച്ച് നമുക്ക് പറയാം. അത് അവരെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാം എന്നുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടും എന്നെ പോലെയുള്ള ധാർഷ്ട്യവും അഹങ്കാരവുമുള്ള ആളുകളെ കുറച്ചുകൂടി
മര്യാദയും മാന്യതയും വിനയമുള്ള മനുഷ്യരാക്കുന്നതിന് ദൈവത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഈ ലോകം നന്മയുടെ ഒരു ലോകമാക്കാൻ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അതീതമായി നിത്യബുദ്ധിയായ ദൈവത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ആ ദൈവിക പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കാനുള്ള ത്രാണിയും ബുദ്ധിശക്തിയും നമുക്കില്ലാത്തത് കൊണ്ട് കൃത്യമായി മനസ്സിലാകുന്നില്ലെന്നേ. ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം ലോനിയ മാഡത്തിൻ്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ച ഒരു ഇവിടെ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് മാഡത്തിൻ്റെ കുഞ്ഞും ഇവിടെ ഉണ്ട്. അതൊരു നിയോഗം പോലെ ദൈവം അയച്ചതാണ് എന്നെനിക്ക് തോന്നുന്നു. ആ കുഞ്ഞിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കലാപ്രകാശനം നമുക്കിവിടെ കാണാൻ കഴിയുകയില്ലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരിക്കൽ പോലും ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന പകയും നിത്യമായി ഒരാളിനെ ദ്രോഹിക്കാനുള്ള ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ, സ്നേഹിക്കാൻ. ഒരുപക്ഷെ അവർ ചിലപ്പോൾ വയലൻ്റ് ആകാം. ഇതെല്ലാം ഇന്ന് പകയുടെ ലോകമാണ്. ഒരുത്തന് മറ്റവനെ എന്നെങ്കിലും ഉന്മൂലനാശം ചെയ്യുക. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള പകയില്ല. മൊമെൻ്ററിയായ ചില വികാരങ്ങളുണ്ടാകാം. ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, അതിന് വേണമെങ്കിൽ നമുക്കൊരു പൂച്ചപ്പകയെന്ന് പറയാം. എത്ര എടുത്തെറിഞ്ഞാലും പിന്നെയും നമ്മുടെ കാലയിൽ വന്ന് ഇങ്ങനെ സ്നേഹത്തോടുകൂടി ഉരുമുന്ന ഒരു സ്നേഹം, ആത്യന്തികമായി കലഹിക്കാനും നിഗ്രഹിക്കാനും കഴിയാത്ത ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അനന്ത ബുദ്ധിയിൽ നിർമ്മലരായ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് നല്ല മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. നമുക്കൊക്കെ മടങ്ങുമ്പോൾ ജീവിതമൊക്കെ ഇങ്ങനെയുള്ളൂ. ജീവിതത്തിൽ നമ്മൾ അഭിഹരിക്കേണ്ടി വരുന്ന നന്മയും തിന്മകളുമൊക്കെ വേർതിരിച്ച് അറിഞ്ഞ് നന്മയുള്ള മനുഷ്യരായി നമുക്ക് ജീവിക്കുന്നതിനുള്ള സമർപ്പണത്തിൻ്റെ സമയങ്ങളാണ് ഓരോ MCRD മീറ്റിങ്ങുകളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. സമാനമായ എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയാണ് നടക്കുന്നത്. ഇന്ന് MCRD സംബന്ധിച്ചിടത്തോളം പല പദ്ധതികൾ ഇവിടെ ഉണ്ടാകും. നമുക്ക് ഏറ്റവും സന്തോഷം നൽകി ഒരു കാര്യമാണ് നമ്മുടെ സെൻസറി പാർക്കിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം. പല പ്രാവശ്യം ഞാനിവിടെ ഇവിടെ നിന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അതിനകത്ത് കയറി നടന്നപ്പോഴാണ് ഈ കാഴ്ചയേക്കാൾ, ഈ കണ്ടതിനേക്കാൾ എത്രമാത്രമാണ് കാണാനുണ്ടായിരുന്നു എന്നുള്ളത്. അതിന് പ്രധാന ഉത്തരവാദിത്വം വഹിച്ച അതിൻ്റെ ആർക്കിടെക്റ്റിനെയും അതിൻ്റെ സഹപ്രവർത്തകരെയും ദൈവനാമത്തിൽ MCRDക്ക് വേണ്ടി ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാം. എത്രയോ വലിയ അപ്പം എന്നോട് അവർ പറഞ്ഞു, ഇതൊന്നും ഇന്ത്യയിൽ എങ്ങും കൃത്യമായി ഉള്ള ചില ക്രമങ്ങളല്ല. അവരുടെ യുക്തിയിൽ അതാത് സമയം സർവശക്തനായ ദൈവം തോന്നിച്ച ചില അവരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കുവാനുള്ള അവസരമായി കണ്ട് വളരെ യുണീക്കായിട്ടുള്ള, ഇതുവരെയും സൃഷ്ടിക്കപ്പെടാത്ത സൃഷ്ടികളാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ വലിയ സന്തോഷമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വിനോദ് ഈശോച്ചനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അച്ഛൻ്റെ സമയത്താണ് അതെല്ലാം അങ്ങനെ ആ ചിന്ത കൊണ്ടുവരികയും അതിന് ഒരു ഫാമിലി, ഒരു കുടുംബം, MCRDയായിട്ട് ബന്ധമുള്ള കുടുംബം അതിന് സഹായിക്കുകയും ചെയ്തു. സാമാന്യം വലിയ സംഖ്യയാണ് അതിന് നൽകിയിട്ടുള്ളത്. അവരുടെ പേരോ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പാടില്ല. എങ്കിലും പറയരുതെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ ചുരുക്കമാണ്. കൊടുക്കുന്നതിനേക്കാൾ ഏറെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ പറഞ്ഞാലും വരികയില്ല, പറഞ്ഞില്ലെങ്കിലും അവിടെ നിന്ന് വരികയില്ല എന്ന് ഇതിൻ്റെ ഡയറക്ടർ അച്ഛന് എന്നോട് സൂചിപ്പിച്ചു. കാരണം ഇതൊന്നും അങ്ങനെ
കൊടുത്തത് പ്രകടിപ്പിക്കുവാനുള്ള അതൊരു സ്വയം പ്രശംസയുടെയും സ്വയം പ്രൊജക്ഷൻ്റെയും ലോകത്തിൽ മാറി നിന്ന് അവരനെ വളർത്തുന്ന ഒരു വലിയ ദർശനം, അത് ഞാൻ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ടി ജോർജ് സാറ് കഴിഞ്ഞ 9 കൊല്ലം പ്രിൻസിപ്പലായി ഈ സ്കൂളിന് പ്രവർത്തിച്ചു. സാറ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും മാറണമെന്നൊക്കെ ആഗ്രഹിച്ചെങ്കിലും MCRDയുടെ നിർബന്ധം കൊണ്ടും ആണ് ഇതുവരെയും തുടർന്നത്. എന്നാൽ വ്യക്തിപരമായ ചില ആവശ്യങ്ങളും മുമ്പിലുള്ളതുകൊണ്ട് അദ്ദേഹം മാറുകയാണ്. കഴിഞ്ഞ ദിവസം കൂടിയ ഒരു മീറ്റിങ്ങിൽ ഇതിൻ്റെ ചുമതലക്കാരനോട് പറഞ്ഞു, നമ്മുടെ MCRDയുടെ സ്കൂളിംഗ് സിസ്റ്റത്തിന് അത് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ക്രമത്തിൽ അവിടെ കൊണ്ടുവരുന്നതിന് സാറിൻ്റെ ശുശ്രൂഷാകാലം വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് അവരെന്നോട് സൂചിപ്പിച്ചത് ഓർക്കുന്നു. 9 വർഷം ഈ MCRDയുടെ സ്കൂളിൻ്റെ നവജ്യോതി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി പ്രവർത്തിച്ച ഏറ്റവും സ്നേഹധനനായ അധ്യാപകൻ തോമസ് ടി ജോർജ് സാറിനോട് MCRDയുടെ പേരിലും മാർത്തോമാ സഭയുടെ പേരിലുമുള്ള എല്ലാ സ്നേഹവും സന്തോഷവും ബഹുമാനവും ഞാൻ അറിയിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ എല്ലാ കഴിവുകളും വ്യത്യസ്തങ്ങളായി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരിക്കൽ UN സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ UN സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മുടെ ആനുവൽ കലാമേള. സാധാരണ കലാമേള അവസാനിക്കുമ്പോൾ ഒരു സ്നേഹം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്കുകളും ചിലപ്പോൾ അതിനപ്പുറത്തേക്കും പോകാറുണ്ട്. ഞാൻ പ്രസിഡൻ്റായി വന്ന വർഷം ആദ്യം അവരോട് പറഞ്ഞു, ഇവിടെ ആരും ആരെയും നിയന്ത്രിക്കാനില്ല, എല്ലാവരും പ്രായമുള്ള യൂത്ത്സാണ്, നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചോണം. കലകൾ ദൈവം തരുന്ന ഒരു ദാനമാണ്. അതുകൊണ്ട് കലാപ്രകടനമില്ല, കലയുടെ പ്രകാശനം മാത്രമേ ഉള്ളൂ. കല നമ്മളിലൂടെ ഒഴുകാൻ അനുവദിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ വലിയ കലാകാരന്മാരുടെയൊക്കെ നന്മ എന്ന് പറയുന്നത് ഈ ഭൂമിയോളം താണ് ദൈവം അവരെ ഉപയോഗിക്കുന്ന, they are just tools and instruments in the hands of God, so much so God can use them efficiently for the blessing of the other. അത് ആണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ കലകൾ, വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള നമ്മുടെ കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.